ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വിഷു ആഘോഷമാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞൊരു ഞങ്ങളുടെ വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ കണി. പിന്നെ രാവിലെ തന്നെ നമ്മൾ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റും വിഷുക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് വല്യമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. നമ്മുടെ ഇവിടെ തന്നെയുള്ള ആനാപ്പുഴ അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ പോയത്. മിക്കവാറും അമ്പലങ്ങളൊക്കെ ഈ ദിവസത്തെ തിരക്കായതുകൊണ്ട് നമ്മൾ പിന്നെ ഒത്തിരി ലോങ് ഒന്നും പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മുടെ അമ്പലത്തിലേക്ക് എത്തി. ഒരു 7:15 ആയപ്പോഴേക്കും നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ നേരെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലൊക്കെ ഇങ്ങനെ വലത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ചന്ദനം തൊടുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരാൾ ആൽത്തറയിൽ ഇരുന്നിട്ട് ഞങ്ങളെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ട് തീർത്ഥമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ നമുക്കിവിടെ അമ്പലത്തിൽ ശാന്തിയുടെ കയ്യിൽ നിന്നൊരു കൈനീട്ടമൊക്കെ കിട്ടും കേട്ടോ. ഒരു രൂപ വെച്ച് കോയിനാണ്, എന്നാലും അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടും, പക്ഷെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം ഞാനിപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാം. ഞാനിങ്ങനെ ശരിക്കും ഒരു സംസാരിച്ചൊരു വ്ളോഗായിട്ടൊന്നും എടുത്തില്ല. ചുമ്മാ കുറച്ചിങ്ങനെ സീൻസ് നമ്മളവിടെ പോയപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്തൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേട്ടാ. അപ്പോൾ ഞാൻ നിച്ചുമോനും ആൽത്തറയിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ആൽത്തറയിൽ നമുക്ക് മുന്നേ അവിടെ നല്ലൊരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. അത് വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ആലവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അധികം തണലൊന്നുമില്ല. മുന്നേ ഇവിടെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു തണലും നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും. ഇപ്പം നമ്മുടെ ആ ബാക്കിൽ കാണുന്ന ആല് കണ്ടോ, അത് വളർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ണിമോളാണ് എടുത്ത് തന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഉണ്ണിമോളെ കൂടി ഒന്ന് വന്ന് വീഡിയോയിൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ അവളവിടെ കറങ്ങി അടിച്ച് നടക്കാൻ കേട്ടോ. അപ്പോൾ നിച്ചു അമ്മയും കൂടി അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുക കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ സമയമുള്ള സമയം അങ്ങനെയാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോവുക. എപ്പോഴൊന്നും പോകാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോരുന്നത് ഒരു സുഖമാണ്. അപ്പോൾ അതേ അമ്മയും വല്യമ്മയും കൂടിയുള്ള ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോയും കൂടി എടുത്തായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നമ്മൾ ഓരോരോ നാട്ടിലുള്ള എല്ലാവരെയൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ നിന്നാണ്. പിന്നെ വല്യമ്മനെ കൊണ്ടുപോയി വീടിൻ്റെ അടുത്ത് വിട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് കണ്ണൻ നിച്ചുമോന് കൈനീട്ടം കൊടുക്കാൻ പോണേട്ടോ. അവനിപ്പോൾ വെല്ലോടത്ത് നോക്കി നിന്നാണ് കൈനീട്ടം മേടിച്ചത്. അവന് ഇന്നത്തെ ദിവസം നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പൈസ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയൊന്നും അവന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവനങ്ങനെ വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിഷുക്കഞ്ഞി കുടിക്കൽ തുടങ്ങിയിട്ടാ. ഇതും ഒരു കൊല്ലത്തിലൊരിക്കലുള്ളൊരു സംഭവമല്ലേ. ഈ ദിവസം കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് കണ്ണൻ പറഞ്ഞു. സത്യമാണ് കേട്ടോ. നമ്മൾ അല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാറില്ല, പക്ഷേ ഈ ഒരു വിഷു ദിവസമാണ് നമുക്ക് ഇതിനൊരു പ്രത്യേകത. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അത്യാവശ്യം കുക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇതിന് മുന്നായിട്ട് ചേച്ചിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന് കൈനീട്ടമൊക്കെ തന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് എനിക്കും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോന്നു കേട്ടോ. കാരണം നമുക്ക് ഇന്ന് ഊണ് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് മുന്നായിട്ട് എത്തണം. അപ്പോൾ ഞങ്ങളൊരു 12:30 മുന്നായിട്ടൊക്കെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് അപ്പം കുറേ കറികളുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ചിക്കനും ഞണ്ടും നോൺ വെജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വെജായിട്ടുള്ള കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചേരൊക്കെ കിടന്നുറങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു വിഷു നമ്മുടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ.